ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതി സ്വാമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു കമ്പാർട്ട്മെന്റ് മോഡൽ IV ബോളസ് മെത്തേഡ് ഓഫ് റെസിഡ്വൽസിനെ കുറിച്ചാണ്. പ്രീവിയസ് ക്ലാസ്സിൽ ടു കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ IV ബോളസ് മെത്തേഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് റെസിഡ്വൽസ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ടു കമ്പാർട്ട്മെന്റ് IV ഇൻഫ്യൂഷനെ കുറിച്ച് കൂടെ പഠിക്കുന്നുണ്ട്. ടു കമ്പാർട്ട്മെന്റ് മോഡൽ ഫോളോ ചെയ്യുന്ന ഒരു ഡ്രഗ് IV ബോളസ് ആയി അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം പ്ലാസ്മ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നു. ആ പ്ലാസ്മ കോൺസെൻട്രേഷൻ നമ്മളൊരു സെമി ലോഗരിതമിക് ഗ്രാഫിൽ അടയാളപ്പെടുത്തുന്നു. പ്ലാസ്മ കോൺസെൻട്രേഷൻ ടൈം പ്രൊഫൈൽ വരച്ചിട്ടുള്ളത് സെമി ലോഗരിതമിക് ഗ്രാഫിലാണ്. നമുക്ക് ഇങ്ങനെ ഒരു കർവാണ് ലഭിക്കുക. ബൈ എക്സ്പോണൻഷ്യൽ ഡിസ്പോസിഷൻ കർവാണ് ലഭിക്കുന്നത്. ഈ ബൈ എക്സ്പോണൻഷ്യൽ ഡിസ്പോസിഷൻ കർവിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ കാണുന്നത്. സെൻട്രൽ കമ്പാർട്ട്മെന്റിലെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ A ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ടി ആണ്. അപ്പോൾ ഈ ഇക്വേഷനകത്തുള്ള ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ ഒക്കെ കണ്ടുപിടിക്കുക. അത് ഈ ഒരു ഇക്വേഷൻ റിസോൾവ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ബൈ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ റിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് റെസിഡ്വൽസ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസും ഇവിടെ നിങ്ങൾക്ക് ആൽഫ ബീറ്റ എന്നിങ്ങനെയുള്ള ഹൈബ്രിഡ് കോൺസ്റ്റൻസ് കാണാം. A B എന്നുള്ള കോഎഫിഷ്യൻസ് കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. എങ്ങനെയാണ്? മെത്തേഡ് ഓഫ് റെസിഡ്വൽസ് യൂസ് ചെയ്തിട്ട്. ഈ ഗ്രാഫ് നോക്കിക്കോളാം. പ്ലാസ്മ കോൺസെൻട്രേഷൻ Y ആക്സിസിലും ടൈം X ആക്സിസിലുമാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ബൈ എക്സ്പോണൻഷ്യൽ കർവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനീഷ്യലി പ്ലാസ്മ കോൺസെൻട്രേഷൻ റാപ്പിഡ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നീട് സ്ലോലി ആണ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഡിക്ലൈൻ ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എലിമിനേഷൻ ആണ്. ഈ ഒരു ഇക്വേഷനകത്ത് നിങ്ങൾക്ക് കാണാം ബൈ എക്സ്പോണൻഷ്യൽ ടേമിലുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ രണ്ട് കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൽഫ എന്നുള്ള ടേം റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷനെയാണ്. ബീറ്റ എന്നുള്ള ടേം റെപ്രസെന്റ് ചെയ്യുന്നത് എലിമിനേഷനെയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനും എലിമിനേഷനുമാണ് ഈ രണ്ട് ഡിസ്പോസിഷൻ പ്രോസസ് ആണ് ഇവിടെ വരുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇനീഷ്യൽ ഡിക്ലൈൻ, റാപ്പിഡ് ആയിട്ടുള്ള ഈ ഡിക്ലൈൻ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടായിരുന്നു? അത് ഡിസ്ട്രിബ്യൂഷൻ കാരണമായിരുന്നു. ടെർമിനൽ ഫേസിലുള്ള ഈ ഒരു ഡിക്ലൈൻ, പ്ലാസ്മ കോൺസെൻട്രേഷനിൽ ഉണ്ടാവുന്ന ഈ ഒരു റിഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടായിരുന്നു? അത് എലിമിനേഷൻ കാരണമായിരുന്നു. ആൽഫ ഡിസ്ട്രിബ്യൂഷനെയും ബീറ്റ എലിമിനേഷനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇ റേസ് ടു മൈനസ് ആൽഫ ടി അപ്രോച്ചസ് ടു സീറോ എന്നാണ്, അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ നടന്നു കഴിഞ്ഞു. പിന്നെ അവിടെ നടക്കുന്നത് എന്താണ്? പിന്നെ അവിടെ നടക്കുന്നത് എലിമിനേഷൻ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ആൽഫ ടി അപ്രോച്ചസ് ടു സീറോ മച്ച് ഫാസ്റ്റർ ദാൻ ഇ റേസ് ടു മൈനസ് ബീറ്റ ടി. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാസ്റ്റ് ആയിട്ട് നടന്നു, ഇനി അങ്ങോട്ട് നടക്കുന്നത് എലിമിനേഷൻ ആണ്. അപ്പൊ ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്നുള്ള ടേം ആണ് ഇ റേസ് ടു മൈനസ് ബീറ്റ ടി എന്നുള്ള ടേമിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് സീറോ, അതായത് പെട്ടെന്ന് നടക്കുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇ റേസ് ടു മൈനസ് ആൽഫ ടി അപ്രോച്ചസ് ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഇക്വേഷനകത്ത് ഈ ഒരു ടേം സീറോ ആയി മാറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ബാക്കി അവിടെ എന്താ ഉള്ളത്? ബാക്കിയുള്ളത് കോൺസെൻട്രേഷൻ, സെൻട്രൽ കമ്പാർട്ട്മെന്റിലെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ടി. അപ്പോ ഈ ഒരു ടേം സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ടി എന്നുള്ളത് മാത്രമാണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഈക്വൽ ടു ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ടി എന്ന് നമുക്ക് എഴുതാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ സി എന്ന് എഴുതിയതിന്റെ മേലെയായിട്ട് ഒരു ആരോ, അല്ലെ, ബാക്ക്വേർഡ് ആരോ നിങ്ങൾക്ക് കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ബാക്ക് എക്സ്ട്രാപ്പുലേറ്റഡ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. ഓക്കെ, സി ബാക്ക് ബാക്ക് എക്സ്ട്രാപ്പുലേറ്റഡ് കോൺസെൻട്രേഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺസെൻട്രേഷൻ എന്ന് എഴുതിയതിന് മേലെ നമ്മൾ ഇങ്ങനെ ഒരു ആരോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാക്ക് എക്സ്ട്രാപ്പുലേറ്റഡ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ടി എന്ന് നമുക്ക് കിട്ടി. ഇനി അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ബാക്ക് എക്സ്ട്രാപ്പുലേറ്റഡ് കോൺസെൻട്രേഷൻ എന്നുള്ളത്. നോക്കിക്കോളൂ, അത് ഞാനിവിടെ പറയാം.
ഇതാണ് നമ്മുടെ ബൈ എക്സ്പൊണൻഷ്യൽ കർവ്. ഈ ബൈ എക്സ്പൊണൻഷ്യൽ കർവില് എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് സ്ലോലി ആണ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഡിക്ലൈൻ ചെയ്യുന്നത്. ആ ഒരു റീജിയൻ എലിമിനേഷൻ ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഗ്രാഫില് ഈ ടെർമിനൽ പോർഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ്. അപ്പൊ ഈ ലീനിയർ പോർഷനിൽ നിന്ന് നേരെ നമ്മൾ സ്കെയിൽ വെച്ച് y ആക്സിസിലോട്ട് നീട്ടി വരയ്ക്കും. അപ്പോൾ y ആക്സിസിലോട്ട് അത് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്നു. അത് y ആക്സിസിൽ ഏത് പോയിന്റിൽ വന്നിട്ടാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഈ ബി എവിടെന്നാ വന്നേ? ലോഗ് ബി ആണ് കേട്ടോ, ലോഗ് ബി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലീനിയർ പോർഷൻ എന്ന് ടെർമിനൽ ലീനിയർ പോർഷൻ എന്ന് നമ്മൾ y ആക്സിസിലോട്ട് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലൈൻ കിട്ടുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. ആ സ്ട്രെയിറ്റ് ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നത്. ലോഗ് ബാക്ക് എക്സ്ട്രാപൊളേറ്റഡ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു ലോഗ് ബി മൈനസ് ബീറ്റ ടി ഡിവൈഡഡ് ബൈ 2.303 എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഇക്വേഷനെ ലോഗരിതമിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് താഴെ പറയുന്ന ലോഗ് വരുന്ന ഇക്വേഷൻ. ലോഗ് സി ബാക്ക് എക്സ്ട്രാപൊളേറ്റഡ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു ലോഗ് ബി മൈനസ് ബീറ്റ ടി ഡിവൈഡഡ് ബൈ 2.303 എന്ന് പറയുന്നത്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനെയാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 2.303 ആണ്. മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 2.303 ആണ് ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ y ആക്സിസിലോട്ട് എക്സ്ട്രാപൊളേറ്റ് ചെയ്തപ്പോ അത് y ആക്സിസിൽ ഏത് പോയിന്റിൽ വന്നിട്ടാണോ ഇന്റർസെക്ട് ചെയ്തത് ആ പോയിന്റിനെയാണ് ലോഗ് ബി എന്ന് പറയുന്നത്. അപ്പൊ ലോഗ് ബി അറിയാം എന്നുണ്ടെങ്കിൽ ബി വാല്യൂ കണ്ടുപിടിക്കാൻ പണിയൊന്നുമില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ബി വാല്യൂ കണ്ടുപിടിക്കാം. സ്ലോപ്പ് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബീറ്റ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ എന്തായിരിക്കും? ബീറ്റ ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു 2.303 ചെയ്തിട്ടുണ്ടെങ്കിൽ ബീറ്റ ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു 2.303 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ്റയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ബീറ്റ എന്ന് പറയുന്നത് എലിമിനേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബി വാല്യൂയും കിട്ടി, ബി എന്നുള്ള എക്സ്പോണന്റിന്റെ വാല്യൂയും കിട്ടി. ഇപ്പൊ ബാക്ക് എക്സ്ട്രാപൊളേറ്റഡ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ട്രൂ പ്ലാസ്മ കോൺസെൻട്രേഷൻ കർവ്. ആ ട്രൂ പ്ലാസ്മ കോൺസെൻട്രേഷൻ കർവില് എലിമിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ ലീനിയർ പോർഷൻ നമ്മൾ y ആക്സിസിലോട്ട് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്നു. അത് എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് ലോഗ് ബി എന്ന് പറയുന്നത്. ആ സ്ട്രെയിറ്റ് ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 2.303 ആണ്. അപ്പം സ്ലോപ്പ് അറിയാന്നുണ്ടെങ്കിൽ ബീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സെമി ലോഗരിതമിക് ഗ്രാഫിൽ ലോഗ് സി വേഴ്സസ് ടൈം പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ ഗ്രാഫിൽ ടെർമിനൽ ലീനിയർ ഫേസ്, ആ ടെർമിനൽ ലീനിയർ ഫേസിന്റെ സ്ലോപ്പിനെയാണ് മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 2.303 എന്ന് പറയുന്നത്. ആ ടെർമിനൽ ലീനിയർ പോർഷൻ y ആക്സിസിൽ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്നു. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് y ആക്സിസിൽ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ y ഇന്റർസെപ്റ്റിനെയാണ് ലോഗ് ബി എന്ന് പറയുന്നത്. ഇനി ബീറ്റ വാല്യൂ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ടി ഹാഫ് കണ്ടുപിടിക്കാം. ടി ഹാഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ബീറ്റ. ടി ഹാഫ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് 0.693 ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റയുടെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി ഹാഫും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിച്ചിരിക്കണം, ഇനി നമ്മൾ റെസിഡ്വൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. റെസിഡ്വൽ കോൺസെൻട്രേഷനെയാണ് CR എന്ന് പറയുന്നത്. റെസിഡ്വൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ കോൺസെൻട്രേഷൻ മൈനസ് എക്സ്ട്രാപൊളേറ്റഡ് കോൺസെൻട്രേഷൻ. നിങ്ങൾ നോക്കുക ഈ ഗ്രാഫ്, ഇവിടെ നിങ്ങൾക്ക് ട്രൂ കോൺസെൻട്രേഷൻ കാണാം. ഇതാണ് ട്രൂ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാപൊളേറ്റഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ പോർഷൻ ബാക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്തു ഈ ഒരു ലൈൻ അല്ലെ, ഈ ഒരു ലൈനിനെയാണ് എന്ത് പറയുന്നത്? ബാക്ക് എക്സ്ട്രാപൊളേറ്റഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി റെസിഡ്വൽ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ട്രൂ കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കുക, ഇതാണ് ട്രൂ കോൺസെൻട്രേഷൻ. ട്രൂ കോൺസെൻട്രേഷൻ വാല്യൂന്ന് ബാക്ക് എക്സ്ട്രാപൊളേറ്റഡ് കോൺസെൻട്രേഷൻ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇതാണ് ട്രൂ കോൺസെൻട്രേഷൻ.
ഇതാണ് ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ. അപ്പൊ ട്രൂ കോൺസെൻട്രേഷൻ വാല്യൂന്ന് ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഈ ബൈ എക്സ്പോണൻഷ്യൽ കർവും ഈ ഒരു ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് ലൈനും എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതിന് തൊട്ട് മുന്നേയുള്ള പോയിന്റ് വരെയും നമുക്ക് റെസിഡ്യൂൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ റെസിഡ്യൂൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ട്രൂ കോൺസെൻട്രേഷൻ മൈനസ് ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ ആണ്. ഇതാണ് ട്രൂ കോൺസെൻട്രേഷൻ കർവ്. ഈ കാണുന്നതാണ് ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ കർവ്. ട്രൂ കോൺസെൻട്രേഷൻ ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിഡ്യൂൽ കോൺസെൻട്രേഷൻ കിട്ടും. ആ റെസിഡ്യൂൽ കോൺസെൻട്രേഷൻ നമ്മൾ ഇതേ ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈനെയാണ് എന്ത് പറയുന്നത്? റെസിഡ്വൽ കർവ് എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈനെയാണ് ലോഗ് CR വാല്യൂ അല്ലെങ്കിൽ റെസിഡ്വൽ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെസിഡ്വൽ കർവിന്റെ സ്ലോപ്പ് നമുക്ക് ആൽഫ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. റെസിഡ്വൽ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 2.303 ആണ്. അപ്പൊ സ്ലോപ്പ് അറിയാന്നുണ്ടെങ്കിൽ ആൽഫ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ നേരെ ഇക്വേഷനിലേക്ക് വന്നോളൂ. ഞാൻ പറഞ്ഞു റെസിഡ്വൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ കോൺസെൻട്രേഷൻ മൈനസ് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ ആണ്. ട്രൂ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതായിരുന്നു: A ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ടി എന്നുള്ളതായിരുന്നു ട്രൂ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പ്രീവിയസ് സ്ലൈഡിലേക്ക് പോവാം. ഇതാണ് ട്രൂ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ: A ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ടി. ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബീറ്റ ടി. ഓക്കെ, നമ്മൾ ഇനി എന്താ പറഞ്ഞേ? റെസിഡ്വൽ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ട്രൂ കോൺസെൻട്രേഷൻ മൈനസ് ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ ആണ്. ഇതാണ് ട്രൂ കോൺസെൻട്രേഷൻ, ഇതാണ് ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ. ഇവിടെ പ്ലസ് സൈനും ഇവിടെ മൈനസ് സൈനും ആണ്. രണ്ടും ഒരേ ടേംസ് അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി റിമൈനിങ് എന്താ ഉള്ളത്? CR ഈക്വൽ ടു A ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ടി. അപ്പൊ ഇതാണ് റെസിഡ്വൽ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി ഇതിനെ നമ്മൾ ലോഗരിതമിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് നിങ്ങൾ താഴെ കാണുന്നത്. ലോഗ് CR ഈക്വൽ ടു ലോഗ് A മൈനസ് ആൽഫ ടി ഡിവൈഡഡ് ബൈ 2.303 എന്ന് വരും. ഇനി ഇത് റെസിഡ്വൽ കോൺസെൻട്രേഷൻ ഈ ഒരു ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞത് എന്താണ്? മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 2.303 ആണ്. ഈ റെസിഡ്വൽ കോൺസെൻട്രേഷൻ y ആക്സിസിൽ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ y ഇന്റർസെപ്റ്റിനെയാണ് ലോഗ് A എന്ന് പറയുന്നത്. y ഇന്റർസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ അതിനകത്ത് ലോഗ് എയും അതിനകത്ത് എയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സ്ലോപ്പ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സംഭവം വളരെ സിമ്പിൾ ആണ്. 2 കമ്പാർട്ട്മെന്റ് IV ബോളസ് മെത്തേഡ് ഓഫ് റെസിഡ്യൂൾസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ A B എന്നുള്ള കോഎഫിഷ്യൻസും ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ അതുപോലെ ടി ഹാഫ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ? ടെർമിനൽ ലീനിയർ ഫേസിന്റെ സ്ലോപ്പ് കണ്ടു. ആ സ്ലോപ്പിനകത്ത് ബീറ്റ വാല്യൂ കിട്ടി. ബാക്ക് എക്സ്ട്രാപുലേറ്റഡ് കോൺസെൻട്രേഷൻ ഈ ടെർമിനൽ ലീനിയർ ഫേസ് നമ്മൾ y ആക്സിസിലോട്ട് എക്സ്ട്രാപുലേറ്റ് ചെയ്തു. y ആക്സിസിൽ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ y ഇന്റർസെപ്റ്റിനെയാണ് ലോഗ് B എന്ന് പറയുന്നത്. റെസിഡ്വൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. റെസിഡ്വൽ കോൺസെൻട്രേഷൻ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ആ സ്ട്രെയിറ്റ് ലൈന്റെ സ്ലോപ്പ് ആൽഫ വാല്യൂ കണ്ടുപിടിച്ചു. ആ റെസിഡ്വൽ കോൺസെൻട്രേഷൻ y ആക്സിസിൽ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്തത് ആ പോയിന്റിനെയാണ് ലോഗ് A എന്ന് പറയുന്നത്. ലോഗ് A അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് A വാല്യൂവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി IV ബോളസിന്റെ കേസിൽ മറ്റ് ചില കോൺസ്റ്റന്റ്സ് കൂടെ, അതായത് എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ്, K12 K21 മുതലായ ഡിസ്ട്രിബ്യൂഷൻ റേറ്റ് കോൺസ്റ്റന്റ്സ് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ കാണാതെ പഠിക്കണം. ആൽഫ, ബീറ്റ, A, B ഈ വാല്യൂസ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് Kയും K12 K21 എല്ലാം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ C0 എന്ന് പറയുന്നത് A+B ആണ്. KE ആൽഫ ബീറ്റ C0 ഡിവൈഡഡ് ബൈ A ഇൻറ്റു ബീറ്റ പ്ലസ് B ഇൻറ്റു ആൽഫ. K12 ഈക്വൽ ടു A ഇൻറ്റു B ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C0 ഇൻറ്റു A ബീറ്റ പ്ലസ് B ആൽഫ. K21 എന്ന് പറയുന്നത് A ഇൻറ്റു ബീറ്റ പ്ലസ് B ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ C0. ആക്ച്വലി KE എന്ന് പറയുന്നത് സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ നിന്നുള്ള എലിമിനേഷനെയാണ്, ഡ്രഗിന്റെ എലിമിനേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
അതേസമയം ഞാൻ പറഞ്ഞു ബീറ്റ എന്ന് പറയുന്നതും എലിമിനേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻജിയർ ബോഡി എന്നുള്ള എലിമിനേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ എലിമിനേഷൻ ടി ഹാഫ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബീറ്റ വാല്യൂ യൂസ്ഫുൾ ആണ്. ടി ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.693 ഡിവൈഡഡ് ബൈ ബീറ്റ. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടി ഹാഫ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബീറ്റ ചെയ്താൽ മതി. നെക്സ്റ്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x0 ഡിവൈഡഡ് ബൈ C0 ആണ്. അത് നമുക്ക് ഓൾറെഡി നോൺ ആണ്. ഇനി സെൻട്രൽ കമ്പാർട്ട്മെന്റിലെ അപ്പാരന്റ് വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് x0 ഡിവൈഡഡ് ബൈ KE ഇൻറ്റു AUC. അതുപോലെ പെരിഫറൽ കമ്പാർട്ട്മെന്റിലെ അപ്പാരന്റ് വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് VC ഇൻറ്റു K12 ഡിവൈഡഡ് ബൈ K21. സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷനിലുള്ള വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് VC പ്ലസ് VP. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ഏരിയ അണ്ടർ ദ കർവിന്റെ ടേമിൽ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് x0 ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു AUC. ടോട്ടൽ സിസ്റ്റമിക് ക്ലിയറൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് ബീറ്റ ഇൻറ്റു VD. ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ആൽഫ, ബീറ്റ, A, B ഈ വാല്യൂസ് എല്ലാം മെത്തേഡ് ഓഫ് റെസിഡ്യൂൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ആ വാല്യൂസ് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻസിന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ടു കമ്പാർട്ട്മെന്റ് IV ബോളസ് മെത്തേഡ് ഓഫ് റെസിഡ്യൂൽസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടു കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ ഇൻട്രാവീനസ് ഇൻഫ്യൂഷനെ കുറിച്ചാണ്. നമുക്കറിയാം ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻ ആയിട്ട് ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അത് സെൻട്രൽ കമ്പാർട്ട്മെന്റിലോട്ടാണ് വരുന്നത്. സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ ഡ്രഗ് പ്രസന്റേഷൻ ടു ദ സെൻട്രൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ എത്തുന്ന ഡ്രഗ് പെരിഫറൽ കമ്പാർട്ട്മെന്റിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാണ് ഡ്രഗ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതും. ടു കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ IV ഇൻഫ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇനി നോക്കിക്കോളൂ, ഇത് സെൻട്രൽ കമ്പാർട്ട്മെന്റിലുള്ള കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. C ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ VC ഇൻറ്റു KE. ഒരു ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് വീണ്ടും ബ്രാക്കറ്റ് വരുന്നു KE മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു E റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് KE മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു E റേസ് ടു മൈനസ് ബീറ്റ ടി. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ടു കമ്പാർട്ട്മെന്റ് IV ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ ഇതാണ്. സെൻട്രൽ കമ്പാർട്ട്മെന്റിലെ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്. C ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ VC KE ബ്രാക്കറ്റിൽ 1 പ്ലസ് സിമ്പിൾ ബ്രാക്കറ്റ് KE മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു E റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് വീണ്ടും ഒരു ബ്രാക്കറ്റ് വരുന്നു KE മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു E റേസ് ടു മൈനസ് ബീറ്റ ടി. ഈ ഇക്വേഷൻ ഓർമ്മയിൽ ഉണ്ടാവണം. ടു കമ്പാർട്ട്മെന്റ് IV ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആണ് നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ടത്. ഇനി സ്റ്റഡി സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ IV ഇൻഫ്യൂഷന്റെ കേസിൽ ഒരുപാട് ടൈം എടുക്കും. നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഇന്നും റേറ്റ് ഔട്ടും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ആണ്. അതിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് IV ഇൻഫ്യൂഷന്റെ കേസിൽ അത് ഒരുപാട് ടൈം എടുത്ത് നടക്കുന്ന കാര്യമാണ്. അത് ഇൻഫിനിറ്റ് ടൈമിലാണ് അത് നടക്കുക. അപ്പോൾ ടൈം ഇൻഫിനിറ്റി ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന രണ്ട് ടേംസ് ഉണ്ടല്ലോ, E റേസ് ടു മൈനസ് ആൽഫ ടി, E റേസ് ടു മൈനസ് ബീറ്റ ടി, ഈ ടേം രണ്ടും സീറോ ആവും. T ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ടേമും സീറോ ആവും. ഈ രണ്ട് ടേമും സീറോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? C ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ VC ഇൻറ്റു KE. അത്ര മാത്രമേ പിന്നെ അവിടെ ഉള്ളൂ അല്ലെ. ഈ രണ്ട് ടേമും സീറോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് C ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ VC ഇൻറ്റു KE. സ്റ്റഡി സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൺസെൻട്രേഷനെ ഇങ്ങനെ എഴുതാം. CS എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ VC ഇൻറ്റു KE.
അപ്പം നമുക്ക് കിട്ടിയത് എന്താ? സ്റ്റെഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് R0 ഡിവൈഡഡ് ബൈ VC ഇൻറ്റു KE ആണ്. ഇനി VC ഇൻറ്റു KE എന്നുള്ളതിന് പകരം നമുക്ക് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു ബീറ്റ എന്ന് എഴുതാം. VC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെൻട്രൽ കമ്പാർട്ട്മെന്റിലെ വോളിയം. KE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. VD എന്ന് പറയുന്നത് എന്താ? വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? എലിമിനേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇനി ഈ VC ഇൻറ്റു KE എന്നുള്ളതിന് പകരം നമ്മൾ VD ഇൻറ്റു B എന്ന് കൊടുക്കുകയാണ്. സ്റ്റെഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു ബീറ്റ എന്ന് കൊടുക്കണു. ഈ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് ക്ലിയറൻസ് ആണ്. അപ്പൊ നമുക്ക് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു ബീറ്റ എന്നുള്ളതിന് പകരം ക്ലിയറൻസ് എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? CSS ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ ക്ലിയറൻസ്. ടു കമ്പാർട്ട്മെന്റ് IV ഇൻഫ്യൂഷന്റെ കേസിൽ സ്റ്റെഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R0 ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് ആണ്. അപ്പം ഇത്രയുമാണ് ടു കമ്പാർട്ട്മെന്റ് IV ബോളസിന്റെ കേസിൽ മെത്തേഡ് ഓഫ് റെസിഡ്യൂൽസിനെ കുറിച്ചും അതുപോലെ ടു കമ്പാർട്ട്മെന്റ് IV ഇൻഫ്യൂഷനെ കുറിച്ചും. IV ഇൻഫ്യൂഷന്റെ കേസിൽ സ്റ്റെഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്ട്രാവാസ്കുലാർ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്, ടു കമ്പാർട്ട്മെന്റ് എക്സ്ട്രാവാസ്കുലാർ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും അവിടെ എങ്ങനെയാണ് മെത്തേഡ് ഓഫ് റെസിഡ്യൂൾസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.